ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു സ്റ്റോക്സ്. നമ്മൾ കുറേ ദിവസമായി കണ്ടിട്ടല്ലേ. കുറേ ദിവസമായി ഞാൻ വീഡിയോ ഒക്കെ ശരിക്കും എടുക്കാൻ പറ്റാത്തത്. ഒരുപാട് ഞാൻ തിരക്കിലായിരുന്നേ. ഓണത്തിന്റെ തിരക്കും ഓണത്തിന്റെ ചെറിയ ചെറിയ ഫംഗ്ഷനുകളും അതേപോലെ ഗസ്റ്റും ഒക്കെ ആയിട്ട് നല്ല തിരക്കായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഒട്ടും വീഡിയോ എടുക്കാനൊന്നും പറ്റുന്നില്ലായിരുന്നേ. എനിക്ക് ഭയങ്കര മനപ്രയാസമായിരുന്നു, വീഡിയോ ഇടാൻ പറ്റുന്നില്ലല്ലോ, നിങ്ങളെ കാണാൻ പറ്റുന്നില്ലല്ലോ എന്നൊക്കെ. അത് വലിയ മനപ്രയാസമായിരുന്നു. അപ്പം ഇന്ന് ഞാൻ ഇച്ചിരി ഒന്ന് ഫ്രീ ആയപ്പോൾ ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചേ. അപ്പം ഞാനും കുറെ ദിവസമായി ഫേഷ്യൽ ചെയ്തിട്ടോ ഹെയർ പാക്ക് ചെയ്തിട്ടോ ഒക്കെ കുറേ ദിവസങ്ങളായി. ഒട്ടും സമയമില്ലാതെ കൊണ്ട് അന്ന് ചെയ്ത, നിങ്ങളുടെ കൂടെ എന്ന് ചെയ്തോ അന്ന് ചെയ്തതാണേ. ഇതുവരെ വേറെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ ഇപ്പൊ ഞാനൊരു ഫേസ് പാക്ക് ഇടാമെന്ന് വിചാരിച്ചു. ഒരു ഫേഷ്യൽ എന്ന് തന്നെ പറയാം. ഈ ഒരു പാക്ക് കൊണ്ട് എല്ലാം ചെയ്യാവുന്ന ഓൾ ഇൻ വൺ ആയിട്ടുള്ള ഒരു ഫേസ് പാക്ക് ആണ്. സ്ക്രബ് വേണമെങ്കിൽ സ്ക്രബ് ചെയ്യാം, മസാജിങ് ആയിട്ട് യൂസ് ചെയ്യാം, പാക്കായിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അതുപോലെ ഓൾ ഇൻ ഓൾ ആയിട്ടുള്ള ഒരു ഫേസ് പാക്ക് ആയിരുന്നു നമ്മൾ റെഡിയാക്കാൻ പോകുന്നത്. ഈ ഫേസ് പാക്ക് ഇടുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഫേസ് നന്നായിട്ട് കഴുകിയിട്ട് വരണേ. നിങ്ങൾ ഒരു സ്പൂൺ പാൽ എടുത്തിട്ട് ഫേസ് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് തുടച്ച് എടുക്കുക. ഞാനിപ്പോൾ കുളിച്ചിട്ട് വന്നതാ. ഇപ്പൊ കുളിച്ചിട്ട് ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. വന്നിട്ട് ഞാൻ ഫേസിൽ ഒന്നും ഒരു ക്രീമോ ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല. വെറും ഇച്ചിരി ലിപ് ഗ്ലോസ് മാത്രം ഇട്ടതേ ഉള്ളൂ ലൈറ്റായിട്ട്. ഒന്നുകിൽ ഫേസ് വാഷ് ഉപയോഗിച്ച് ഫേസ് നല്ലതായിട്ട് ക്ലീൻ ചെയ്യുക, അല്ലെങ്കിൽ ഇച്ചിരി പാൽ എടുത്തിട്ട് ഒരു കോട്ടണിൽ മുക്കി ഫേസ് നല്ലതായിട്ട് തുടച്ചിട്ട് നല്ലതായിട്ടൊന്ന് വാഷ് ചെയ്യുക. ഈ രണ്ടിലേതോ ഒന്ന് ചെയ്യണം. അത് കഴിഞ്ഞ് ഞാൻ എടുത്തേക്കുന്നത് ഇച്ചിരി ഉഴുന്നാണേ. ഒരു സ്പൂൺ ഉഴുന്നാണ് എടുത്തേക്കുന്നത്. ഇത് ഞാനിപ്പോൾ ഒരു സ്പൂൺ എടുക്കാൻ കാരണം എൻ്റെ മിക്സി വെറ്റായിരിക്കുക. അപ്പം ഈ ഒരു സ്പൂൺ പൊടിക്കുന്ന ഒരു ജാറുണ്ട്, അതിൻ്റെ അകത്താണ് ഇപ്പം ഇത് പൊടിക്കാൻ പോകുന്നത്. വലിയ ജാറ് വെറ്റായിരിക്കുന്നത്, അതുകൊണ്ട് പൊടിഞ്ഞു കിട്ടത്തില്ലല്ലോ. നിങ്ങൾ വേണമെങ്കിൽ ഒരു ഇച്ചിരി ഏറെ എടുത്ത് പൊടിച്ച് ഒരു ഗ്ലാസ്സിനകത്ത് ഇട്ട് വെച്ചേരെ, ഒരു ബോട്ടിലിനകത്ത് ഇട്ട് വെച്ചേരെ. അപ്പൊ നിങ്ങൾക്ക് റെഗുലറായിട്ട് ഡെയിലിയും കൂടെ എടുത്ത് ഇച്ചിരി അപ്ലൈ ചെയ്യുക. ഇത് കറുത്തവർക്കൊക്കെ കളർ വരാൻ നല്ല ഒരു ഫേസ് പാക്കാണ്. ഈ ഉഴുന്നും അതിൻ്റെ കൂടെ ഞാൻ ചേർക്കാൻ പോകുന്നത് ഹണിയാണ്. ഈ ഒരു സ്പൂൺ ഉഴുന്നെടുത്ത് നന്നായിട്ട് പൊടിച്ചിട്ട് ഒരു സ്പൂൺ ഹണിയും കൂടെ എടുത്ത് നല്ല മിക്സ് ചെയ്ത് നമ്മൾ ഫേസ് എന്താ ചെയ്യുന്നത് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഞാനിപ്പോൾ ഇത് പൊടിച്ചിട്ട് വരാമേ. നമ്മളിപ്പോൾ ഉഴുന്ന് പൊടിച്ചോണ്ട് വന്നിട്ടുണ്ട്, കണ്ടോ. നല്ല ഫൈനായിട്ട് ഒത്തിരി ഫൈനായിട്ട് പൊടിക്കണമെന്നില്ല, ഇച്ചിരി തരിതരിപ്പിരുന്നാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഉഴുന്ന് നമ്മൾ പൊടിച്ചിട്ട് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു സ്പൂൺ തേൻ ഇതിനകത്ത് ഒഴിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ചെടുത്ത് നല്ലൊരു സ്ക്രബ് പോലെ ഇത് കേട്ടോ. നന്നായിട്ട് അങ്ങ് ഉരയ്ക്കുക. ചെറിയൊരു തരിതരിപ്പോടാണ് നമ്മൾ ഇത് പൊടിഞ്ഞ് കിട്ടത്തുള്ളൂ. അപ്പോൾ നന്നായിട്ട് അങ്ങ് ഉരച്ച നമ്മുടെ മൂക്കിലുള്ള ബ്ലാക്ക് ഹെഡ്സും ഇതെല്ലാം ഇങ്ങ് വരും. ശകല വെള്ളം കയ്യിൽ തൊട്ടോ. മൂക്കിൻ്റെ അവിടെ ഒക്കെ നല്ലതായിട്ടൊന്ന് തേച്ച് നമ്മുടെ ബ്ലാക്ക് കണ്ണാടി നോക്കുമ്പോൾ കറുപ്പായിട്ട് എവിടെയെങ്കിലും കുത്തുകുത്തായിട്ടുണ്ടോ എന്നൊക്കെ നോക്കണേ. ചില ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ സ്കിന്നിൻ്റെ ഇടയിലൊക്കെ ഉണ്ടാവും, ഈ ഭാഗത്തൊക്കെ. അപ്പം അവിടെയൊക്കെ ഒന്ന് ശരിക്കും ഒന്ന് തേച്ച് എടുക്കണം. ഇച്ചിരി വെള്ളം കൂടെ വെള്ളമായി അങ്ങോട്ട് തൊടുമ്പോൾ ഉണ്ടല്ലോ, ഇത് നല്ല അങ്ങ് ഒട്ടും പശ പോലെ നല്ലതായിട്ട് ഒട്ടി നല്ല നീറ്റാകും. നമുക്ക് കഴുത്തേലൊക്കെ മാല മറന്നുപോയി, മാല ഊരി വെച്ചിട്ട് വരട്ടെ. മുത്തലൊക്കെ അഴുക്കാവും. മുടിക്കൊക്കെ നന്നായിട്ട് കെട്ടി വെച്ചു. ഞാനിപ്പോൾ കുളിച്ചിട്ട് വന്നത്, എന്നിട്ട് പോലും ഞാൻ മുടി കെട്ടാനൊക്കെ മറന്നുപോയി.
ഇങ്ങനെ ഒരു 5 മിനിറ്റ് മസാജ് ചെയ്യണേ. 5 മിനിറ്റ് മസാജ് ചെയ്തിട്ട് അത് അങ്ങനെ വിട്ടേക്കുക. വിട്ടിട്ട് വീണ്ടും ഒരു നന്നായിട്ട് ഉണങ്ങി കഴിയുമ്പോൾ വീണ്ടും ഒരു മസാജ് കൊടുത്ത് വാഷ് ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ. ഇത് നല്ല നല്ല എന്താ പറയുന്നത്, കറുത്തവർക്കൊക്കെ നല്ല കളർ വരാൻ ഇത് റെഗുലറായിട്ട് ചെയ്താൽ മതി. ഒരു മാസം ചെയ്യുമ്പോൾ തന്നെ നല്ല റിസൾട്ട് കിട്ടും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇപ്പം ഞാൻ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് കാണിക്കാമേ. ഇപ്പോൾ 10 മിനിറ്റായി നമ്മൾ തേച്ചിട്ട്. ഇപ്പം നമുക്ക് 2 കൈയിൽ നല്ലതായിട്ട് വെള്ളം നനച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ടാവും. ഇപ്പം 10 മിനിറ്റ് മതി. 10 മിനിറ്റ് വേണ്ടി ഇത് നല്ല പശ പോലത്തെ ഉഴുന്ന് നല്ല പശയുള്ള സാധനമല്ലേ, അപ്പം പെട്ടെന്ന് അതങ്ങ് പിടിക്കും. നമ്മൾ വെള്ളം തൊട്ട് മൂക്കയിലുള്ള വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ ഇങ്ങ് പോരും. ഇത് റെഗുലറായിട്ട് ചെയ്യാവുന്ന ഒരു ഫേഷ്യലാണ്. നമ്മൾ ഉഴുന്ന് പൊടിച്ച് വെച്ച് ഇച്ചിരി ഒരു 1/2 സ്പൂൺ എടുത്ത് നമ്മൾ കുളിക്കുന്നതിന് മുമ്പായിട്ട് ഇതുപോലെ ഒരു മസാജ് കൊടുത്ത് ഇതുപോലെ ഒരു പാക്ക് ഇട്ടിട്ട് നമ്മളൊരു കുളിക്കാനുള്ള തയ്യാറെടുപ്പുകളെല്ലാം എടുക്കുമ്പോഴത്തേക്കിന് ഇത് ഉണങ്ങും. പിന്നെ കുളിക്കുമ്പോൾ ഇതിങ്ങനെ അങ്ങ് നല്ലതായിട്ട് വെള്ളം തേച്ച് ഇങ്ങനെ നല്ല മസാജ് കൊടുത്ത് കഴുകിയെടുക്കുകയാണെങ്കിൽ ഫേസ് നല്ല കളർ കിട്ടും. ചുരുക്കമൊക്കെ മാറി നല്ല സ്മൂത്ത് സ്കിന്നാവും. അപ്പം നമ്മൾ കടയിൽ പോയൊരു ഫേഷ്യൽ ചെയ്ത് എഫക്റ്റ് കിട്ടും നമുക്ക്. ഞാൻ കഴുകിയിട്ട് വരാമേ. ഇപ്പം ഞാൻ നല്ലതായിട്ട് കഴുകിയിട്ട് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയി സ്കിന്ന്. ഇത് ഡ്രൈ ആഗ്രഹം, കളർ മാറണം, വെളുക്കണമെന്ന് ആഗ്രഹമുള്ള കുട്ടികളൊക്കെ റെഗുലറായിട്ട് ചെയ്യണം. ഇത് ഡെയിലി ചെയ്താൽ നല്ല കളർ, 1 മാസം കൊണ്ട് നല്ല വ്യത്യാസം വരും ഫേസിൽ. ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ഇനി റെഗുലറായിട്ട് വീഡിയോ ആയിട്ട് വരാമേ. ഓക്കെ, ബൈ, സി യു.